ബാബു ഇത് കൊടയല്ലേ പാരച്ചൂട്ടാ? ചേട്ടാ ബാബു ഒരു കാറ്റടിക്കുമ്പോഴൊക്കെ പറഞ്ഞങ്ങ് അതുകൊണ്ട് ഞാൻ പാരച്യൂട്ട് പോലെ തന്നെ വാങ്ങിന്. അല്ല നിങ്ങളമ്മക്ക് എങ്ങനെ രാജമ്മാന്ന് പേര് വന്ന്? പിന്നെ രാജന്റെ അമ്മക്ക് രാജമ്മാന്നല്ലാണ്ട് തങ്കം വന്നിടാൻ പറ്റും അല്ലേ പ്രശാന്ത? പ്രശാന്ത ഞാൻ ഒന്ന് മൂത്രം വയ്ക്കട്ടെ. ഇവിടെ മൂത്രം രാവുണ്ണായിട്ട് നോക്കുന്നുണ്ട്. അയാൾക്ക് കണ്ണൊന്നും കാണൂല. ഈ കണ്ടാ തന്നെ ഉണ്ടല്ലോ മൊത്തം മങ്ങലാണ്. നമ്മള് കത്തിയാറ്റം പിടിച്ചിരിക്കുന്ന വിചാരിച്ചോളൂ. കത്തിന്റെ പറഞ്ഞുതരാം, നമുക്ക് ടൂൾസ് അത്യാവശ്യം മോഡിഫിക്കേഷൻ ആക്കണ്ടേ? മോഡിഫിക്കേഷൻ അല്ല എന്നൊക്കെ കേട്ടോ. ഇന്നും മുതൽ ബടിവാളിന് പിടിയാവാം, പിച്ചാത്തിക്ക് മൂർച്ചാകാം, ബോംബിന് തിരിയാകാം. ഇത്രയേ പോണ്ട്, അധികം ആർഭാടം വേണ്ട. എല്ലാ ആദ്യം ഇല്ലല്ലേ? എല്ലാം ആദ്യം ഉള്ള തന്നെയല്ലേ. ഇത് മറ്റേ വണ്ടിന്റെ ഇങ്ങനെ ഒന്ന് നടക്കുന്നുണ്ടായിനോ? ഷീബ എന്തല്ലാന്ന് ചേട്ടാ ഇതൊന്ന് അടുക്കളപ്പുറത്തോട്ടാ. അതെപ്പോഴും ഈ ബോംബിന്റെ ചോരന്റെ മണം അടിച്ചിട്ട് ശീലായി പോയില്ലേ? ഇടയ്ക്ക് ഉണക്കം വേണ്ടി ദോശന്റെ മണം കിട്ടിട്ട് വെച്ചില്ലേ? എല്ലാവരും പേടിച്ചിട്ടൊന്നല്ല. പിന്നെ 2 ആഴ്ച ചോദിക്കണം. ഇപ്പൊ പൊന്നക്കാട്ടിന്റെ അടുത്ത തോട്ടില് അലക്കാനും കുളിക്കാനും വരുന്നില്ല എന്നാ. എന്റെ രായേട്ടാ എന്തു പറയാനാണ്, ആ രാവുണ്ണിയാട്ടം കൊണ്ട് ഭയങ്കര ശല്യാണ്. അയാള് രാവിലെ വന്നിട്ട് ആ തോട്ടും പക്കല് വായി നോക്കി തുറച്ചു നോക്കിയാടെ ഇരിക്കും. അതിനയാൾക്ക് കണ്ണാണല്ലോ. അയാളെ പണ്ടായി പോയി. അപ്പൊ അയാളെ കണ്ണിന്റെ ഓപ്പറേഷൻ എന്തോ ചെയ്തിട്ട് അയാൾക്ക് ഭയങ്കര പവറാണ്. നിങ്ങൾ സൂം ചെയ്ത് നോക്കുന്നതാണ്. അതെയാ, ചെലപ്പോ അയാൾ അനക്കിടെ വട്ടച്ചൊറി ഉണ്ട് എന്നെല്ലാം പറഞ്ഞിണ്ടാകും കേട്ടോ, വിശ്വസിക്കണ്ട. അതിന് നിങ്ങൾക്ക് വട്ടച്ചൊറിയുണ്ട് അനക്കെന്നാ? അല്ല ഒന്നുമില്ല, ചൊറിച്ചിട്ട് മാറി കിട്ടിയില്ല. അപ്പൊ ഇപ്പൊ ഇവിടുന്ന് കുളിക്കല് പോടാ മാറി.